മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ കാലൻ ഭസ്മമായി തീർന്നതോടെ എങ്ങും മരണമില്ലാതായി. ഭൂമിയുടെ ഭാരം താങ്ങാൻ വയ്യാതെ ഭൂമിദേവി ദേവന്മാരോടും ദേവന്മാർ പിന്നീട് മഹാദേവനോടും പരാതി പറഞ്ഞു. ദേവന്മാരുടെ ഈ പ്രശ്നത്തിന് പ്രശ്നപരിഹാരം കാണാനായി മഹാദേവൻ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ പെരുവിരൽ ഭൂമിയിലമർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ തൃക്കാൽ പൊട്ടി അവൻ അവതരിച്ചു. ഞാനീ പറഞ്ഞു വരുന്നത് അനർത്ഥകാരിയും ക്ഷിപ്രസാദിയുമായ ഗുളികനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരുള്ള കുളങ്ങരക്കണ്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഇന്ന് ഞാൻ ഗുളികൻ തിറയെക്കുറിച്ചും ഗുളികൻ്റെ യഥാർത്ഥ കഥയെക്കുറിച്ചും പറഞ്ഞു തരാം. ഏറെ കാലങ്ങളായി മക്കളില്ലാതിരുന്ന മഹർഷി മൃഗണ്ടു പുത്രസൗഭാഗ്യത്തിനു വേണ്ടി പരമശിവനെ തപസ് ചെയ്തു. ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവനോട് മുനി തൻ്റെ ദുഃഖം അറിയിച്ചു. അപ്പോൾ ശിവൻ ചോദിച്ചു, 100 വയസ്സുവരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ ഒരു കുട്ടിയെ വേണോ, അതോ 16 വയസ്സ് മാത്രം ആയുസ്സുള്ള ഒരു മഹാപണ്ഡിതനായ പുത്രനെ വേണോ എന്ന്. ആയുസ് കുറവാണെങ്കിലും അറിവുള്ള മകനെ മതിയെന്ന് മുനി ഉത്തരം നൽകി. അങ്ങനെ മുനിക്കൊരു പുത്രൻ ജനിച്ചു. അവനെ മുനി മാർക്കണ്ഡേയൻ എന്ന് പേര് നൽകി. മകന് 16 വയസ്സായപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചു കലങ്ങി. തനിക്ക് ആയുസ്സെത്താനായി എന്ന് മാർക്കണ്ഡേയൻ അറിഞ്ഞിട്ടും അവൻ പതറിയില്ല. അവൻ കഠിനമായി ശിവഭജനം തുടങ്ങി. ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥനാ നിരതനായിരുന്നപ്പോൾ മരണദേവനായ കാലൻ കാലപ്പാശവുമായി പോത്തിൻ മുകളിലേറി വന്നു. കാലൻ്റെ വിളി കേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പക്ഷേ കാത്തു നിൽക്കാൻ കാലന് കാലമില്ലായിരുന്നു. പോത്തിന്മേലിരുന്ന് വീശിയെറിഞ്ഞ കുരുക്ക് മാർക്കണ്ഡേയൻ്റെ കഴുത്തും ശിവലിംഗവുമായി ചേർന്ന് മുറുകി. കാലൻ കുരുക്ക് ആഞ്ഞു വലിച്ചു. ശിവലിംഗം പിഴുതു വീണു. ഇത് കണ്ട് കോപം പൂണ്ട ശിവൻ മൂന്നാം കണ്ണു തുറന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കാലൻ വെറുമൊരു ചാരമായി തീർന്നു. അങ്ങനെ കാലനില്ലാത്ത കാലമായതോടെ ആർക്കും മരണമില്ലാതായി. ഭാരം താങ്ങാനാവാതെ ഭൂമിദേവിയെ കണ്ട് മനസ്സലിഞ്ഞ ശിവൻ തൻ്റെ ഇടത് തൃക്കാലിൻ്റെ വിരൽ ഭൂമിയിൽ അമർത്തുകയും ആ വിരൽ പൊട്ടിപ്പിളർന്ന് സാക്ഷാൽ ഗുളികൻ അവതരിക്കുകയും ചെയ്തു. ത്രിശൂലവും കാലഭാസവും നൽകി ശിവഭഗവാൻ ഗുളികനോട് പറഞ്ഞു, നീ കീഴ്ലോകത്തേക്ക് ചെല്ലുക, അവിടെ കാലൻ്റെ ജോലി നിർവഹിക്കുക. ശിവാംശജനായ ഗുളികൻ ഭൂമിയിലേക്ക് ഇറങ്ങി. കാലനില്ലാത്ത കാലത്തെ കാലനായി മാറി. ഗുളികന് പുറംകാലനെന്നും കരിങ്കാലനെന്നും പേരുണ്ട്. കാലൻ, യമൻ, അന്തകൻ എന്നീ പേരിലും ഗുളികൻ അറിയപ്പെടുന്നു. തെയ്യക്കാവുകളിലെ പ്രധാന ദേവതയായ ഗുളികനെ ദേവസ്ഥാന വാസ്തുവിൻ്റെ സംരക്ഷകനായിട്ടാണ് ഉത്തര കേരളത്തിൽ കാണുന്നതും ആരാധിക്കുന്നതും. കാവുകളുടെയും ദേവസ്ഥാനത്തിൻ്റെയും മതിലിനു പുറത്ത് ചെമ്പകച്ചുവട്ടിലാണ് ഗുളികൻ്റെ സ്ഥാനം. വെടിയിലും പുകയിലും കരിയിലും നാനാകർമ്മങ്ങളിലും ഗുളികൻ വസിക്കുന്നു എന്നാണ് തെയ്യത്തിൻ്റെ വാമൊഴി. അതുകൊണ്ട് തന്നെ ജനനം മുതൽ മരണം വരെയുള്ള ചെറുതും വലുതും നല്ലതും ചീത്തയുമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഗുളികൻ്റെ സ്ഥാനമുണ്ടെന്നാണ് വിശ്വാസം.